എന്ത് ഈ സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകൻ എന്തുമായി ഇതൊക്കെ എന്തോ ഒരു ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു അതിന് രക്ഷകനോ ആറ് രക്ഷകൻ ചെകുത്താൻ എന്ന് പറയുന്ന വിവരമില്ലാത്ത അലവലാതി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ഭേദം. കുറച്ച് നാൾ മുമ്പ് ഈ ജന്തു സ്ത്രീകൾക്കുണ്ടാവുന്ന പീരീഡ്സ് എന്ന് പറയുന്നത് ആണുങ്ങൾ കള്ള് കുടിക്കുമ്പോഴുണ്ടാവുന്ന ഹാങ് ഓവർ പോലെയാണ് എന്ന് പറഞ്ഞ വിവരം കൂടിപ്പോയ പുന്നാര വേണ്ട, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ. ഈ അലവലാതി ഇപ്പം വേറൊരു സംഭവമായിട്ട് പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. എവിടുന്നാണോ എന്തോ പൊട്ടിമുളച്ച് വന്നത്. മുമ്പ് ആ ബാല തോക്കും കൊണ്ട് പോയില്ലായിരുന്നോ? ആ സമയത്ത് എങ്ങാണ്ട് രണ്ട് വെടി പൊട്ടിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിക്ക് മുകളിൽ ഭാരമായിട്ട് ഈ സാധനം ഉണ്ടാവത്തില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന ഇവനെ പോലുള്ള കുറേ എണ്ണങ്ങളുണ്ട്. ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ എന്താ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് കുറെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആരാ ഈ സഞ്ജു സാംസൺ? നിന്റെ തന്ത ആരാന്ന് നിനക്ക് അറിയാവോ? അറിയാമെങ്കിൽ അങ്ങേരോട് പോയി ചോദിക്ക് ആരാണ് സഞ്ജു സാംസൺ എന്നുള്ളത്. അങ്ങേര് പറഞ്ഞുതരും. സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം? ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം മാറ്റാൻ വേണ്ടിയിട്ട് സഞ്ജുവിന് ഇവിടെ റേഷൻ കടയിലാണല്ലോ ജോലി. ഗംഗാജലം ചിലപ്പോ പ്യൂരിഫൈ ചെയ്ത് കാണും. അത് പൊല്യൂഷൻ ടോട്ടലി ഇല്ലാണ്ടാക്കി ജനസംഖ്യ കുറച്ചോ മുട്ടുകുത്തിന്ന് കുരിശ് വരച്ചു. അതാണ് നിന്റെ തന്താന്ന് പറയുന്ന വ്യക്തി നിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയം വല്ല വാഴയും വെച്ചായിരുന്നെങ്കിൽ നിന്നെ പോലെ ഭൂമിക്ക് ഭാരമായിട്ട് ഒരു മുതല് എന്ന് ഉണ്ടാവത്തില്ലായിരുന്നു. അത് അങ്ങേർക്ക് പറ്റിയ തെറ്റ്. അപ്പൊ ഇവിടുത്തെ സംഖ്യകൾക്ക് അത് ഇഷ്ടമായി. സംഖ്യകൾക്ക് ഇഷ്ടമായ സംഖ്യകൾക്ക് ഇഷ്ടവും. അങ്ങനെയല്ല ഇവരെല്ലാരും കൂടി പൊക്കിയടിയും. എന്തോ ഒരു ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു അതിന് കിടന്ന് കിണിക്കുന്ന നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് നാട്ടിലുണ്ടെങ്കിൽ നീ അത്രേ ആൾക്കാരുടെ മുന്നിലൊന്ന് കളിച്ച് കാണിക്കടാ പുല്ലേ. എന്നിട്ട് നീ കിടന്ന് പ്രസംഗിക്ക്. നിനക്ക് പറ്റുമോ അതിന്? ഡയലോഗ് പറയാൻ ഭയങ്കര കഴിവാണ് എല്ലാത്തിനും. ഒരാൾ കഷ്ടപ്പെട്ട ഒരു സാധനം നേടിയെടുത്ത് അതിനെ പുച്ഛിക്കാനും കളിയാക്കാനും എല്ലാത്തിനും ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷേ അത് ചെയ്ത് കാണിക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? പറ്റത്തില്ലല്ലോ. നിനക്കൊന്നും പിന്നെ തന്തയ്ക്ക് വിളി പുത്തരിയൊന്നുമല്ലല്ലോ. തന്തയ്ക്ക് വിളിച്ചാൽ ഇരുന്ന് കേൾക്കും. ഇങ്ങനെ ഇവന്റെ തന്ത എന്ന് പറയുന്ന വ്യക്തിനെ തെറി വിളിപ്പിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം ചെയ്ത് കൂട്ടുന്ന ഞാൻ തോന്നുന്നു ഓരോന്ന്. അതാണ് ഞാൻ നിന്റെ അടുത്ത് ആദ്യം ചോദിച്ച ചോദ്യം. നിന്റെ തന്ത ആരാണെന്ന് നിനക്ക് അറിയാവോ എന്നുള്ളത്. അല്ല, അതെങ്കിലും അറിയുമെങ്കിൽ ഭാഗ്യം എന്ന് പറയാൻ വേണ്ടിട്ടാ. അറിയാവോ ആരാന്ന്? രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ. ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുന്നവരുമായി ഇതായിരിക്കും. അല്ലാതെ ആർക്കും ഇത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? എടാ, ക്രിക്കറ്റ് കാണുന്ന ആൾക്കാർക്ക് സഞ്ജു നേടിയ നേട്ടം ഒരു സംഭവം തന്നെയാണ്. നിന്നെപ്പോലെ ക്രിക്കറ്റിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത, ക്രിക്കറ്റും കാണാത്ത അലവലാദികൾക്ക് അതൊരു സംഭവമായിട്ടൊന്നും തോന്നത്തില്ല. പകരം ഇതുപോലെ വന്നിരുന്ന് കൊണയടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷയം അത്രേ ഉണ്ടാവത്തുള്ളൂ. ഇതിനകത്ത് രാവിലെ തൊട്ട് കാണുന്നുണ്ട് ഈ സഞ്ജു ഇങ്ങനെ മുട്ട വയ്ക്കുന്നു, പൊലിക്കുന്നു. അതിന് ഞാൻ എന്നാ വേണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ രക്ഷകനാണ്. ക്രിക്കറ്റ് കളിക്കാർക്ക് വലിയ സംഭവമൊക്കെ ആയിരിക്കും. എടാ അലവലാതി, നിന്നോട് ഇത് വലിയ സംഭവമായിട്ട് എടുത്തുകൊണ്ട് നടക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ലടാ. ആരെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്ത് ഇത് എടുത്തോണ്ട് വന്ന് കൊണയ്ക്കാൻ ഇപ്പൊ ആരെങ്കിലും പറഞ്ഞോ? ആർക്ക് കാണണം ഒരു തൊലിഞ്ഞ കളി? അതിനകത്തിരുന്നോണ്ട് ഏതോ ഒരുത്തൻ റൺസ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ മലയാളികൾ മുഖ്യമന്ത്രിയൊക്കെ അങ്ങ് അഭിനന്ദിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഇനിയും ചെയ്യുമോ? ഇന്ത്യക്ക് വേണ്ടി എന്താ തൊലി തന്നെ? ഇന്ത്യക്ക് വേണ്ടിയിട്ട് നീ എന്ത് കൊണയാ ചെയ്തേ? അതൊന്ന് ആദ്യം നീ പറ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്തു? ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ ഭാരമായിട്ട് ജീവിക്കുന്നു എന്നല്ലാതെ എന്താ മോൻ ചെയ്തേ? വല്ല ഒരു ആനമോട്ടയെങ്കിലും നീ മേടിച്ചിട്ടുണ്ടോ ഇന്ത്യക്ക് വേണ്ടിയിട്ട്? ഇല്ലല്ലോ. എല്ലാവരും വാങ്ങിക്കുന്ന ആൾക്കാരാണെന്നും പറയുന്നില്ല. പക്ഷേ ഒരാളെ വിമർശിക്കുമ്പോൾ എന്ത് യോഗ്യതയുണ്ടെന്ന് ആലോചിക്കണം. മനസ്സിലായോ? എന്തിനാടാ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ പൊക്കൂടെ? നിന്നെ ദൈവമൊന്നും വിളിക്കാൻ നിൽക്കണ്ട. നീ സ്വയം അങ്ങോട്ട് കയറി ചെല്ല്. മടുത്ത നിന്നെയൊക്കെ. ഇവിടെ ആൾക്കാർക്ക് തന്നെ വെറുത്ത് പൊക്കോ. നിന്നെയൊന്നും ഭൂമിക്ക് മുകളിൽ വേണ്ട. വാഴ ശരി എന്നാ കൊലയ്ക്കാത്ത വാഴ, അതായിരിക്കും കുറച്ചും കൂടെ ഭേദം. കാരണം
ഇവനൊക്കെ അത്രേ പറയാനുള്ളൂ. മരപ്പാഴോ മരവാഴയോ സംതിങ് ആ സാധനം. ശരി എന്നാ.